പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിലെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു വിടവാങ്ങൽ സന്ദേശവും അതിനോടനുബന്ധിച്ചൊരു വിടവാങ്ങൽ പ്രാർത്ഥനയും. വിടവാങ്ങൽ സന്ദേശം എന്ന് പറയുന്നത് വളരെ ദീർഘമാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 31 തുടങ്ങി 16-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം വരെയുള്ള ഏതാണ്ട് 4 അധ്യായങ്ങൾ വ്യാപിച്ചു കിടക്കുന്നതാണ് യേശുവിന്റെ വിടവാങ്ങൽ സന്ദേശം. ആ വിടവാങ്ങൽ സന്ദേശത്തിന് ശേഷം ആണ് ഈ ഇന്നത്തെ വചനം ആരംഭിക്കുക. അതുകൊണ്ടാണ് 17-ാമത്തെ വാക്യത്തിന്റെ ആരംഭം ഇത്രയും പറഞ്ഞതിന് ശേഷം. അപ്പൊ അത് വിടവാങ്ങൽ സന്ദേശമായി. അതിനുശേഷമാണ് ഈശോയുടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. ഈ വിടവാങ്ങൽ പ്രാർത്ഥന എന്ന് പറയുന്നത് 17-ാം അധ്യായം മുഴുവനുള്ളത്. 26 വാക്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. ഈ 26 വാക്യങ്ങളും യേശുവിന്റെ വിടവാങ്ങലിന്റെ പ്രാർത്ഥനയും. ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഇത് ബൈബിളിലുള്ളത്. ഇതിന് 4 ഭാഗങ്ങൾ കാണാൻ പറ്റും. ആദ്യത്തേത് തനിക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയാണ്. 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ തനിക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ദൈവം യേശു പ്രാർത്ഥിക്കുകയാണ്. 9 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങൾ അതാണ്. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് എല്ലാ ശിഷ്യർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 20 തുടങ്ങി 24 വരെയുള്ള വാക്യങ്ങൾ എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടിയിട്ട്. വീണ്ടും അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ 25-26 വാക്യങ്ങൾ വീണ്ടും ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ഈ വചനത്തിന്റെ ഉള്ളറകളിലേക്ക് വരാം. 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്നാണ് പറയുന്നത്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്നത് പൊതുവെ യോഹന്നാൻ ഗൗരവത്തിൽ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഏതാണ്ട് 7 പ്രാവശ്യം ബൈബിളില് ഈ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്ന പ്രയോഗം കാണാൻ പറ്റും. നമ്മുടെ വിശുദ്ധ കുർബാനയിലും അത്തരം പ്രയോഗമുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുക. യോഹന്നാന്റെ സുവിശേഷത്തില് 11-ാമത്തെ അധ്യായത്തില് 41-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ സാഹചര്യം ഈ കല്ലറയുടെ കല്ല് മാറ്റിയ ശേഷം ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതായിട്ട് പറയുന്നു. അതുകൂടാതെ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലും ലൂക്കയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ലൂക്കയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിലും ഒക്കെ ഈ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്ന് പറയും. നമ്മുടെ കണ്ണുകൾ എങ്ങോട്ടാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കണ്ണെന്ന് വെച്ചാല് ശ്രദ്ധ എന്നുള്ള അർത്ഥത്തിലാണ് മുഖ്യമായിട്ടും നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കാഴ്ച, അത് സ്വർഗീയമായ ശ്രദ്ധയിൽ ജീവിക്കുന്നവരാണ്. അതോ താഴ്ന്ന ഇതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം ഞാൻ പറഞ്ഞതാണ്, ഈ കാക്കയുടെ കാഴ്ചയും പ്രാവിന്റെ കാഴ്ചയും. അപ്പൊ നന്മ കാണുന്ന കാഴ്ച. അപ്പോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാന ഭാവമാണ്. നമ്മള് കൊന്ത ചെല്ലുമ്പോൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി എന്ന് പറഞ്ഞ് നമ്മൾ ആമുഖ പ്രാർത്ഥനയിലുണ്ട്. അപ്പൊ ഈ ശ്രദ്ധയുണ്ടാകണമെന്ന്. പലവിചാരം എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഉണ്ടാകുന്നത് ശ്രദ്ധ കുറയുമ്പോൾ. എല്ലാ വിചാരങ്ങളെയും ദൈവിക ചിന്തയിലേക്ക് മാറ്റുമ്പോൾ ആ ശ്രദ്ധ ദൈവികമാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ പ്രാർത്ഥനയുടെയും. ഇവിടെ ക്രിസ്തു ദൈവത്തെ പിതാവേ എന്നാണ് വിളിക്കുക. പിതാവും പുത്രനും തമ്മിലുള്ള ബാന്ധവം ആണ് സത്യത്തിലെ പ്രാർത്ഥന. ഒരർത്ഥത്തില് ആത്മീയ ആചാര്യന്മാരുടെ ദൈവസങ്കല്പങ്ങളെ ഒക്കെ ഒന്ന് വിലയിരുത്തുമ്പോൾ സത്യത്തില്
മക്കള് അല്ലെങ്കിൽ മാതാപിതാക്കന്മാര് നഷ്ടപ്പെട്ടവരോ അതില്ലാത്തവരോ അല്ലെങ്കിൽ ആ മാതാപിതാക്കന്മാരോടൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ അനുഭവമില്ലാതെ പോവുകയോ ഒക്കെ ചെയ്ത മനുഷ്യരുടെ ദൈവാന്വേഷണങ്ങളെ വിലയിരുത്തുമ്പോൾ അതൊക്കെ ഈ പിതൃത്വ അനുഭവത്തിലേക്ക് ഒരു പക്ഷേ ഈ മാതാപിതാക്കന്മാരുടെ അഭാവത്തില് ദൈവാന്വേഷണം നടത്തിയവരൊക്കെയാണ് ദൈവങ്ങളായിട്ട് മാറിയത്. വെറുതെ ഒരു തമാശയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കുക. നബിയുടെ കാര്യം, മുഹമ്മദ് നബിയുടെ കാര്യം എടുക്കുക. യത്തീമായി എന്നാണ് പറയുക. ആ യത്തീമായ മുഹമ്മദ് നബി തൻ്റെ അനാഥത്വത്തിന്റെ അവസ്ഥയെ മാറ്റാൻ വേണ്ടി ദൈവത്തെ പ്രാപിച്ചു. ശ്രീകൃഷ്ണനെ ഒന്ന് എടുത്തു നോക്കി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജയിലിലായിരിക്കുമ്പോൾ പ്രസവിക്കപ്പെട്ടവൻ. സ്വാഭാവികമായിട്ടും മാതാപിതാക്കന്മാർ ജയിലില്ല. അവരുടെ അഭാവം ശ്രീകൃഷ്ണന്റെ ദൈവാന്വേഷണത്തിന്റെ ഭാവം. ക്രിസ്തുവിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. ജനിതകമായ അപ്പനില്ലാതെ ജനിച്ചവനാണ്. 12 വയസ്സായിരിക്കുമ്പോ ദൈവാന്വേഷണത്തില് തൻ്റെ വീട് പള്ളിയാണെന്ന് കണ്ടെത്തിയവൻ. അപ്പോ ഈ മാതാപിതാക്കന്മാര് നഷ്ടപ്പെട്ടവരുടെ ദൈവാന്വേഷണമാണ് സത്യത്തില് ഈ ആത്മീയ യാത്ര എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആ ദൈവാന്വേഷണങ്ങളിൽ ഏറ്റവും കൃത്യമായ ഉത്തരമുള്ളത് ക്രിസ്തുവിന് മാത്രം. ക്രിസ്തു അന്വേഷിച്ച് കണ്ടെത്തി ദൈവം എന്ന് പറയുന്നത് തൻ്റെ അപ്പനാണ്. ദൈവത്തെ അപ്പനായി കാണുന്ന ഒരു കാഴ്ചപ്പാട് പുത്ര അനുഭവത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. ആ സത്യത്തില് ആ അനുഭവത്തിൽ ജീവിക്കുക എന്നത് തന്നെയാണ് പ്രാർത്ഥന എന്ന് നമ്മൾ തിരിച്ചറിയും. പിന്നെ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് സമയമായിരിക്കുന്നു എന്ന്. സത്യത്തില് സമയം 2 തരം. ദൈവത്തിന്റെ സമയമുണ്ട്, മനുഷ്യന്റെ സമയമുണ്ട്. ഭൗതിക സമയമുണ്ട്, നിത്യ സമയമുണ്ട്. ലൗകിക ഭൗതിക സമയം എന്ന് പറയുന്നത് നേർരേഖയിൽ പോകുന്നത്. അതിന് കഴിഞ്ഞുപോയ സമയവും വരാനിരിക്കുന്ന സമയവും ഇന്നലെകളും ഇന്നും നാളെയും, ഭൂതവും ഭാവിയും വർത്തമാനവും. പക്ഷെ അതൊരു നേർരേഖയില് വേണം നമ്മൾ പഠിക്കാനായിട്ട്. പക്ഷെ ദൈവത്തിന്റെ സമയം കൈറോസ് എന്ന് പറയുന്നു. അത് റൗണ്ട് ആയിട്ട് വേണം കണക്കാക്കാൻ. സെൻട്രൽ കേന്ദ്ര ബിന്ദുവിന് ഇന്നലെ ഇന്ന് നാളെ ഇല്ല, എല്ലാം ഒമ്നി പ്രസന്റ്, എല്ലാം ഇന്നാണ് സംഭവിക്കുന്നത്. വർത്തമാനം മാത്രമേ ഉള്ളൂ, ഭാവിയോ ഭൂതമോ ഇല്ല. ഇന്നലെ എന്ന് പറയുന്ന കാര്യമില്ല, എല്ലാം ഇന്നാണ്. അപ്പൊ ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ സമയത്തില് വെച്ച് പരിശോധിക്കുമ്പോൾ പ്രശ്നം, എനിക്ക് ഇന്നലെ കിട്ടേണ്ട അനുഗ്രഹം ഇന്ന് കിട്ടിയാല് ഞാൻ ഹിന്നനാവും. ഇന്ന് കിട്ടേണ്ട അനുഗ്രഹം കാരണം ഞാൻ ലൗകികമായിട്ടാണ് ചിന്തിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ഉൾച്ചേർക്കുന്നത് എൻ്റെ സമയത്തില് ആണ്. എനിക്ക് ഈ പ്രായത്തില് എനിക്ക് വിവാഹം ചെയ്യണം, എനിക്ക് ഈ പ്രായത്തില് ജീവിത പങ്കാളിയെ കിട്ടണം, എനിക്ക് ഈ വർഷം ജോലി കിട്ടണം, എനിക്ക് ഈ തവണത്തെ പരീക്ഷയിൽ പാസ്സാവണം. ഇതൊക്കെ എൻ്റെ സമയത്തിലാണ്. എൻ്റെ സമയവും ദൈവത്തിന്റെ സമയവുമായിട്ട് ഒരിക്കലും ചേരില്ല. ദൈവത്തിന്റെ സമയത്തിലേ നടക്കുകയുള്ളൂ. അതെപ്പോഴും ഇന്നലെയോ നാളോ എന്നുള്ള വേർതിരിവില്ല, എല്ലാം ഒരേ സമയം തന്നെ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ സമയത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സമയത്തിനാണ്, ദൈവത്തിന്റെ സമയത്തിന് പ്രധാനം. കാലം സമയത്തെ അതിജീവിക്കില്ല എന്നത്, സമയമാണ് അതിജീവിക്കുന്നത്. അപ്പോൾ നമ്മള് ദൈവത്തിന്റെ സമയമാണ് നിലനിൽക്കുന്നത്. എൻ്റെ സമയം നിലനിൽക്കാത്തത്, കഴിഞ്ഞു പോകുന്ന സമയം, നഷ്ടപ്പെട്ടു പോകുന്ന സമയം.
പക്ഷെ ദൈവത്തിന്റെ സമയം നഷ്ടപ്പെടുന്നില്ല, കഴിഞ്ഞു പോകുന്നില്ല, വരാൻ പോകുന്നില്ല, എല്ലാം ഇപ്പോൾ തന്നെ. അപ്പൊ ദൈവത്തിന്റെ സമയത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ദൈവത്തിന്റെ സമയത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തില് സമയമായിരിക്കുന്നു എന്നുള്ള പ്രയോഗം യോഹന്നാന്റെ സുവിശേഷത്തില് പലവട്ടം ആവർത്തിക്കുന്നു. 7-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തില്, 8-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തില്, 12-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തില്, 12-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തില്, 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തില് ഒക്കെ ഈ ദൈവത്തിന്റെ സമയമായിരിക്കുന്നു എന്ന് ഈശോ പ്രഖ്യാപിക്കുന്നു. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നൽകപ്പെട്ടവരെ കുറിച്ച് പറയുന്നു. എന്നാൽ അവിടുന്ന് അവന് നൽകിയവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടത്. അപ്പോ ദൈവം യേശുവിന് നൽകപ്പെട്ടവരാണ്, ദൈവം പുത്രന് നൽകപ്പെട്ടവരാണ്. ഈ പ്രാർത്ഥനയില് ദൈവം പുത്രന്, ക്രിസ്തുവിന് നൽകിയ മനുഷ്യരെ കുറിച്ച് അല്ലെങ്കിൽ നൽകിയെന്ന് 7 പ്രാവശ്യം പറയുന്നു. 2-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം. ഇത് നമ്മളെല്ലാം നൽകപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നൽകപ്പെട്ടവരാണ് നമ്മളെങ്കില് ഒരു ആടിനെ കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ ആ ആടിനെ ഉടമസ്ഥൻ പുതിയ ആൾക്ക് കൈമാറും. പിന്നെ ആ ആട് ജീവിക്കേണ്ടത് ആർക്കാണോ നൽകപ്പെട്ടത് അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, അവന്റെ സംവിധാനങ്ങൾക്കനുസരിച്ച്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ ക്രിസ്തുവിന് നൽകപ്പെട്ടതാണെങ്കിൽ നമ്മള് ക്രിസ്തുവിന്റെ സംവിധാനം അനുസരിച്ച്, ക്രിസ്തുവിന്റെ ഹിതമനുസരിച്ച് വേണം ജീവിക്കാനും, ചരിക്കാനും, പറയാനും, പ്രവർത്തിക്കാനും, നിലപാടെടുക്കാനും ഒക്കെ. അത് അപ്പുറത്തുള്ളവർ എന്താ പറയണേ, ഇപ്പുറത്തുള്ളവർ എന്താ പറയണേ, ധ്യാനകേന്ദ്രത്തിലെ ഗുരു എന്താ പറയണേ, മെത്രാൻ എന്താ പറയണേ, അച്ഛന്മാരെന്താ പറയണേ, സിസ്റ്റേഴ്സ് എന്താ പറയണേ, അധ്യാപകരെന്താ പറയണേ, അതൊന്നും അല്ല പ്രധാനം. അതൊന്നും അല്ല. അതിനപ്പുറത്തേക്ക് നൽകപ്പെട്ടത് ആർക്കാ? ക്രിസ്തുവിനാണ്. ക്രിസ്തുവിനാണ് നൽകപ്പെട്ടതെങ്കിൽ ക്രിസ്തുവിന്റെ നിലപാടാണ് പ്രധാനം. അത് വളരെ പ്രധാനപ്പെട്ട ചിന്തയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവം നമ്മളെ ക്രിസ്തുവിനാണ് ഏൽപ്പിച്ചത്. ഒരച്ഛനും അല്ല, ഒരു മെത്രാനും അല്ല, ഒരു സിസ്റ്റേഴ്സിനും അല്ല, ഒരു ധ്യാനഗുരുവിനും അല്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചത് ക്രിസ്തുവിനും. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ ഹിതമനുസരിച്ച് വേണം ജീവിക്കാൻ. അപ്പൊ നൽകപ്പെട്ടവരാണ് നമ്മൾ എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്ന് സാരം. ഇനി നിത്യജീവനെ കുറിച്ച് പറയുന്നു. നിത്യജീവനെ കുറിച്ച് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്, യോഗ്യതയാണ്. ഒന്ന്, ദൈവം യേശുവിന് നൽകിയവർക്കെല്ലാം നിത്യജീവൻ നൽകാനായിട്ട് അധികാരം യേശുവിനുണ്ട്. അപ്പൊ നൽകാവുന്നതാണ്, യേശുവിന് നൽകാവുന്നതാണ്. രണ്ടാമതായിട്ട് ഏകസത്യ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശുവിനെയും അറിയുക എന്നുള്ളത്. അപ്പം ദൈവം യേശുവിന് നൽകിയവരായിരിക്കണം. 2, ഏകസത്യ ദൈവത്തെയും ആ ദൈവം അയച്ച യേശുവിനെയും അറിയുന്നവരായിരിക്കും. യേശുവിനെ പറ്റി നമുക്കറിയാം, പക്ഷെ യേശുവിനെ അറിയുന്നുണ്ടോ എന്നുള്ളത്, യേശുവിനെ അനുഭവമായിട്ട് മാറുന്നുണ്ടോ എന്ന്. അപ്പൊ അത്തരത്തില് നമ്മള് ഓരോ നിമിഷവും ഓരോ വിപരീത അനുഭവങ്ങളിലൂടെയും ഓരോ അനുകൂല അനുഭവങ്ങളിലൂടെയും യേശുവിനെ അറിയാനും ദൈവത്തെ അറിയാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ നിത്യജീവൻ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുക എന്നുള്ള സാരം. നിത്യജീവനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു പഠനം നമുക്ക് ഉണ്ടാകേണ്ടതും. നിത്യജീവൻ എന്ന് പറയുമ്പോൾ ശാസ്ത്രവും ബൈബിളും നമ്മുടെ മുമ്പില് പറയുന്ന ഒരു കാര്യം, ജീവൻ ആപേക്ഷികമാണ്. ചില അണുജീവികൾക്ക് നിത്യജീവൻ ഉള്ളതായിട്ട് ബൈബിളും ശാസ്ത്രവും പറയുന്നുണ്ട്.
ചില അണുജീവികൾക്ക് നിത്യജീവനും. അത് ശാസ്ത്രവും അംഗീകരിച്ച കാര്യമാണ് ഇവളും പറയും. ഈ ജീവികളുടെ ആയുസ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത്. ആ ആയുസ് കൂടിക്കിട്ടാനായിട്ട് അതിനുള്ള ചില കാരണങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. ഇത് രണ്ടും പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പറയാൻ പറ്റില്ലെങ്കിലും അതിന്റെ ബീജം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. അമീബ എന്ന് പറയുന്ന ഏകകോശ ജീവി, അതിന് ഈ പരിസ്ഥിതിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളിലോ ആയിട്ടോ ബന്ധങ്ങൾ കുറവാണ്. അങ്ങനെ കുറഞ്ഞ പരിസ്ഥിതിയില് കുറഞ്ഞ ബാന്ധവങ്ങളില് ജീവിക്കുന്ന അമീബയ്ക്ക് ആയുസ് കുറവാണ്. അതേസമയം പക്ഷികളെ എടുത്താൽ അവർക്ക് ഏതാണ്ട് 5 to 10 വർഷമൊക്കെ മാക്സിമം ആയുസ്. അവരുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി കൂടുതൽ. ആയുസ് എന്ന് പറയുന്നത്, ജീവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം ആഴത്തിലും പരപ്പിലും ബന്ധങ്ങൾ ഉണ്ടാകുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തോതാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയെങ്കിൽ ഏറ്റവും ഉന്നതമായ ബന്ധം ദൈവവുമായി സ്ഥാപിക്കുന്നവർക്ക് അവന് ജീവന്റെ വലിപ്പം കൂടുതലുണ്ടാവും. അതിന്റെ പേരാണ് നിത്യജീവൻ. അപ്പോ ദൈവവുമായി എത്രത്തോളം ബന്ധങ്ങളിൽ നമ്മൾ വളരുന്നുണ്ടോ, എത്രത്തോളം ആഴപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാക്കപ്പെടുന്നുണ്ടോ, അത്രത്തോളമാണ് ജീവന്റെ സമൃദ്ധി ഉണ്ടാകുന്നത്. ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും വന്നു. വെറുതെ ഒരു തമാശയ്ക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ലോകത്തിലെ ഏറ്റവും പണക്കാരനായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ടെന്ന് പറഞ്ഞു, ഞാൻ പണത്തിന്റെ കാര്യത്തില് സമ്പന്നനാവില്ലേ? ഈ ലോകത്തിലെ ഏറ്റവും അറിവുള്ളവനുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് വിചാരിച്ചു, ഞാൻ അറിവിന്റെ കാര്യത്തിൽ സമ്പന്നനാകില്ലേ? അങ്ങനെയെങ്കിൽ ഈ ലോകത്തില് അല്ല, പരലോകത്തില് നിത്യജീവനുള്ളവനുമായിട്ട് എനിക്ക് ആഴമായ ബന്ധമുണ്ടെങ്കിൽ ഞാൻ നിത്യജീവനിലെ സമ്പന്നനാകില്ല. അപ്പോ ബാന്ധവങ്ങള് ആണ് നിത്യജീവന്റെ ആധാരമായിട്ട് മാറുന്നത് എന്ന് സാരം. ഇനി ദൈവം അയച്ചവൻ എന്ന പ്രയോഗം 6 തവണ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക. ദൈവം അയച്ചവനാണ് ക്രിസ്തു എന്ന് ക്രിസ്തുവിന് ബോധ്യമുണ്ട്. അപ്പോ നമ്മള് യേശുവിന് നൽകപ്പെട്ടവരാണ്. നമ്മള് യേശുവിന് ദൈവം നൽകപ്പെട്ടവർ. യേശു നമ്മളെ അയക്കുന്നവരാണ്. പക്ഷേ യേശുവിനെ അയച്ചത് ദൈവമാണ്. നമ്മളെ അയക്കുന്നത് ദൈവമല്ല, നമ്മളെ അയക്കുന്നത് യേശുവാണ്. നമ്മളെ യേശുവിന് ദൈവം നൽകുന്നത്. വ്യത്യാസം മനസ്സിലായോ? ദൈവമല്ല നമ്മളെ അയക്കുന്നത്, നമ്മളെ അയക്കുന്നത് ക്രിസ്തുവാണ്. പക്ഷേ ക്രിസ്തുവിനെ അയച്ചത് ദൈവമാണ്. ദൈവം നമ്മളെ യേശുവിന് നൽകപ്പെട്ടത്. അപ്പം ദൈവം അയച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ഈ പ്രാർത്ഥനയില് 6 പ്രാവശ്യം യേശുവിനെ ദൈവം അയച്ചവനാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 3-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം. അപ്പോൾ ക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് ഈ പ്രാർത്ഥനയിൽ തന്നെ 6 പ്രാവശ്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലുടനീളം 46 പ്രാവശ്യം ഈ കാര്യം ആവർത്തിക്കുന്നു. യേശു ദൈവം അയച്ചവനാണ് 46 പ്രാവശ്യം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റു 3 സുവിശേഷങ്ങളിൽ ആകെ കൂടി 3 പ്രാവശ്യമേ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അവർ ഈ കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷെ യോഹന്നാൻ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 46 പ്രാവശ്യം ഇത് കോട്ട് ചെയ്യുന്നു. ഇനി 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്,
യേശുവിന്റെ ഒരു പൂർത്തീകരണം. അത് എന്താണ് പൂർത്തീകരിച്ചത്? ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയത്. ഈ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാവോ? പൂർത്തിയാക്കിയിട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാ. വേറെ ആർക്കും പറ്റിയിട്ട് എല്ലാം പൂർത്തിയായി. അത് പറയാൻ സാഹചര്യം ഉണ്ടാക്കിയതിന്റെ കാരണം, എല്ലാം പൂർത്തിയായി എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് അവന്റെ അന്തിമ മൊഴി പറഞ്ഞതിന്റെ പൊരുള് ഈ അന്തിമ പ്രാർത്ഥനയില് അല്ലെങ്കിൽ വിടവാങ്ങൽ പ്രാർത്ഥനയില് ഉണ്ട്. അതിന്റെ കാരണം എന്താണ്? എല്ലാ ഏൽപ്പിച്ച ജോലികളൊക്കെ പൂർത്തിയായി. നമ്മള് സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്താറുണ്ട്. ഒരുപാട് തിരക്കുള്ളവരാണ്, 100 കൂട്ടം പണിയുള്ളവരാണ്, 300 കൂട്ടം പണിയുള്ളവരാണ്, ആകെ തിരക്കാണ്. പക്ഷേ ആരുടെ ജോലിയാ പൂർത്തിയാക്കുന്നത്? ദൈവം ഏൽപ്പിച്ച ജോലി നമ്മൾ പൂർത്തീകരിച്ചു ഇല്ലയോ എന്നുള്ളതാണ്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ക്കാൻ പറ്റുള്ളൂ. ദൈവം ഏൽപ്പിച്ച ജോലി എന്താ? മറ്റുള്ളവരെ ഏൽപ്പിച്ച ജോലി ചെയ്യണ്ടെന്നല്ല, ചെയ്യണം. ഞാൻ സ്വയം താല്പര്യപ്പെട്ടെടുക്കുന്ന ജോലികളുണ്ട്, അതും ചെയ്യണം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനേക്കാളെല്ലാം പ്രയോറിറ്റി, പ്രാധാന്യം ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തീകരിക്കുക എന്നുള്ള. അപ്പോഴേ ക്രിസ്തുവിനെ പോലെ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് വിടവാങ്ങാനായിട്ട് പറ്റുള്ളൂ. 4-ാമത്തെ വാക്യത്തിൽ തന്നെ ക്രിസ്തു ചെയ്ത മറ്റൊരു കാര്യം എന്താ? ഭൂമിയില് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നുള്ള. അപ്പൊ ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞാലും സ്തോത്രം പറഞ്ഞാലും പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ വചനം വായിച്ചാലോ ഒന്നും ദൈവം മഹത്വപ്പെടുത്തുവോ ഇല്ലയോ? മഹത്വപ്പെടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നേ. ഏൽപ്പിച്ച ജോലിയുടെ പൂർത്തീകരണമായില്ല, ഏൽപ്പിച്ച ജോലിയുടെ ഭാഗങ്ങളാണ്. തീർച്ചയായിട്ടും ഏൽപ്പിച്ച ജോലിയുടെ ഭാഗമാണ്. പക്ഷെ ഇത് മാത്രമല്ല നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ജോലി. ഏതെങ്കിലും ഒരു കാര്യം മാത്രമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്ന് ആരും വിചാരിച്ചത്. നമ്മളെ പല ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കാലവും സാഹചര്യവും ഒക്കെ നമ്മിലേക്ക് എത്തിക്കും. പ്രാർത്ഥിച്ചും ആലോചിച്ചും ദൈവത്തോട് ആലോചിച്ചും അത് കണ്ടെത്തേണ്ടതും നടപ്പിലാക്കേണ്ടതുമാണ്. അതിനെക്കുറിച്ച് അതെന്താണെന്ന് വ്യാഖ്യാനിക്കാനായിട്ട് എനിക്കോ നിങ്ങൾക്കാർക്കോ സാധിക്കില്ല. കാലാകാലങ്ങളില് നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങളെയും കാലങ്ങളെയും പഠിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തോട് ആലോചന ചോദിച്ചും ഈ ദൈവം ഏൽപ്പിക്കുന്ന ജോലി ഏതാണെന്ന് കണ്ടെത്തി പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന സാരം. അങ്ങനെ പൂർത്തീകരിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് എന്ന സാരം. ഇനി 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുകയാണ്, ലോക സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന മഹത്വത്തെ കുറിച്ച് ഈശോ പറയുകയാണ്. അപ്പൊ ഈശോയ്ക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ 3 കാലമുണ്ട്. ഭൂമിയിലായിരിക്കുമ്പോൾ 3 കാലമുണ്ട്. ഏതാ 3 കാലം? ഒന്ന് ആദിമകാലം, അനാദിയില് ദൈവത്തോടൊപ്പമായിരുന്ന ക്രിസ്തു. 2 ഈ ഭൂമിയിലായിരിക്കുന്ന കാലം. 3 വീണ്ടും ദൈവത്തിലായിരിക്കുന്ന കാലം. അപ്പോ അതുകൊണ്ടാണ് അപ്പോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ പരിമിതികളുള്ള കുറവുകളുള്ള പോരായ്മകളുള്ള മനുഷ്യത്വത്തിന്റെ രൂപത്തിലേക്ക് അവനായി തീർന്നു. അതുകൊണ്ടാണ് ഈ ദൈവം ഏൽപ്പിച്ച ജോലി അവൻ പൂർത്തീകരിച്ചത്. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അവനിൽ വന്നു. ദൈവത്തിൽ ആയിരുന്നപ്പോൾ ആ ഉത്തരവാദിത്വം നമുക്കൊക്കെ ആ ഉത്തരവാദിത്വമുണ്ട് എന്ന് സാരം. അപ്പൊ ഭൂമിയില് ദൈവത്തെ മഹത്വപ്പെടുത്താനും ഈശോ ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ, ദൈവം തന്നെയായ ഈശോ ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ നമുക്ക് എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് അത് ചിന്തിക്കേണ്ടത്. ഇനി വീണ്ടും നൽകപ്പെട്ടവര് എന്ന ചിന്തയിലേക്ക് നമുക്കൊന്ന് വരേണ്ടതുണ്ട്. ഈ ആരാണ് നൽകപ്പെട്ടവര്? തീർച്ചയായിട്ടും 12 അപ്പസ്തോലന്മാർ അതിൽപ്പെട്ടവരാണ്. 70
ശിഷ്യന്മാർ അതിൽപ്പെട്ടവരാണ്. അവനിൽ അവരുടെ വാക്ക് കേട്ട് അവനിൽ യേശുവില് വിശ്വസിക്കുന്നവരെല്ലാം അവരിൽപ്പെട്ടവരാണ്, നൽകപ്പെട്ടവരാണ് അവരെല്ലാം. അപ്പോ ചുരുക്കത്തില് യേശുവില് വിശ്വസിക്കുന്ന നമ്മളും ഈ നൽകപ്പെട്ടവരിൽ പെടും എന്ന് സാരം. അങ്ങനെ നൽകപ്പെട്ടവർ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരു 10 ടെസ്റ്റുകൾ ഈ 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 10 ടെസ്റ്റുകൾ വേണമെന്നുള്ളവരൊന്ന് കുറിച്ചു. ഒന്ന്, ദൈവത്തിന്റെ നാമവും മഹത്വവും അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ നാമവും മഹത്വവും അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 6-ാമത്തെ വാക്യം, 22-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം ഈ അധ്യായത്തിലെ കാര്യം തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, അവർ ദൈവത്തിൻ്റെതാണ്. അവർ ദൈവത്തിൻ്റെതാണ്. 6-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യം. മൂന്നാമത്തെ പ്രത്യേകത, അവർ വചനം പാലിക്കുന്നവരാണ്. അവർ വചനം പാലിക്കുന്നവരാണ്. 6-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യം. 4-ാമത്തെ പ്രത്യേകത, അവർ ദൈവത്തെ അറിയുകയും യേശു ദൈവത്തിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അവര് ദൈവത്തെ അറിയുന്നവരും യേശു ദൈവത്തിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. 7-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം. 5-ാമത്തെ അവരുടെ പ്രത്യേകത, ലോകം അവരെ ദ്വേഷിക്കുന്നവരാണ്. ലോകത്താൽ ദ്വേഷിക്കപ്പെടുന്നവരാണ് അവരെന്നർത്ഥം. 14-ാമത്തെ വാക്യത്തിലാണ് അത് വായിക്കുക. 6-ാമത്തെ പ്രത്യേകത, അവർ ലോകത്തിൻ്റെതല്ല എന്നുള്ളത്. അവര് ദൈവത്തിൻ്റെതാണ്, അവർ ലോകത്തിൻ്റെതല്ല. 14-ാമത്തെ വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. 7-ാമത്തെ പ്രത്യേകത, യേശു അവരിലൂടെ മഹത്വപ്പെടുന്നു എന്നുള്ളത്. യേശു അവരിലൂടെ മഹത്വപ്പെടുന്നു. 10-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുക. 8-ാമത്തെ പ്രത്യേകത, ദൈവം അവരെ യേശുവിന് നൽകിയതാണ്. അത് ഈ വചനഭാഗത്തിൽ 7 തവണ ആവർത്തിക്കുന്നുണ്ട്. ആ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച. 9-ാമത്തെ പ്രത്യേകത, യേശു അവർക്ക് നിത്യജീവൻ നൽകുന്നു എന്നുള്ളതാണ്. 2ഉം 3ഉം വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുക. യേശു അവർക്ക് നിത്യജീവൻ നൽകും. 10-ാമത്തെ പ്രത്യേകത, യേശുവിന് നൽകപ്പെട്ടവരിൽ യൂദാസ് ഒഴികെ ആരും നഷ്ടപ്പെടാതെ ഈശോ കാത്തുസൂക്ഷിച്ചു എന്നുള്ളത്. അതായത് ഈശോയാൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നവരാണ് അവരെന്നുള്ളത്. 12-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിക്കുക. അപ്പോ ക്രിസ്തുവിന്റെ ഈ ആമുഖ പ്രാർത്ഥനയില് നമ്മുടെ അടിസ്ഥാന ദൗത്യം എന്ന് പറയുന്നത് യേശുവിന്റെ പ്രാർത്ഥനയോട് ചേർന്ന്, യേശുവിന് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയാണെങ്കിലും അതിനോട് ചേർന്ന് നമ്മളും ഈ ദൈവത്തിന്റെ പിതാവ് അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഓരോരുത്തരും പുത്രരാണ് എന്ന ബോധ്യത്തിലേക്ക് വരികയും നിത്യജീവൻ അവകാശപ്പെടാൻ വേണ്ടി ദൈവത്തെയും ദൈവം അയച്ച യേശുവിനെയും അറിയുകയും ചെയ്യണം എന്ന സാരം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, തിരുസന്നിധിയില് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വിടവാങ്ങൽ പ്രാർത്ഥനയോടനുബന്ധിച്ച് ഞങ്ങൾക്ക് വിതയ്ക്കപ്പെട്ട വചനത്തിന്റെ പൊരുളുകളെ സ്വാംശീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ ഓരോരുത്തരിലും ഫലമേൽപ്പിച്ചിട്ടുള്ള അങ്ങയുടെ കർമ്മങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാനും, അങ്ങ് ഞങ്ങളെ ഫലമേൽപ്പിച്ചിട്ടുള്ള പ്രത്യേകമായി ഫലമേൽപ്പിച്ചിട്ടുള്ള ജോലികൾ ഏതാണെന്ന് തിരിച്ചറിയാനും, ആ ജോലികൾ പൂർത്തീകരിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ കൂടുതൽ അറിയാനും അങ്ങയുടെ മക്കളാണ് ഞങ്ങളെന്ന ബോധ്യത്തിലേക്ക് വരാനും അങ്ങയെ മഹത്വപ്പെടുത്താനും ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങയുടെ നിത്യജീവന്റെ അവകാശികളായി മാറട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.
സുവിശേഷം.